ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ പ്രഷർ കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ചിക്കനും റൈസും എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ചിക്കനൊക്കെ കുറച്ചേറെ നേരം മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ ബിരിയാണിക്ക് വേണ്ടുന്ന ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇവിടെ ഞാൻ ഈ ചിക്കനിലേക്ക് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. നല്ല എരിയുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബിരിയാണി മസാല ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുകയാണ്. വലിയ പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഈ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ഒരു പുളിക്ക് വേണ്ടിയാണ് നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് ഞാൻ പൊടികളെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെയും മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് ആ ചിക്കനിലേക്ക് പുളിയും ഉപ്പും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസമേ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പേ നിങ്ങൾക്ക് ഈ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ തലേദിവസമേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. നമുക്കിനിയും ബിരിയാണി ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വലിപ്പമുള്ള പ്രഷർ കുക്കർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 5 ലിറ്ററിൻ്റെയെങ്കിലും വലിപ്പമുള്ള കുക്കർ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ചേർക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ തന്നെ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ വെജിറ്റബിൾ ഓയിലിന് പകരം 2 ടേബിൾ സ്പൂൺ നെയ്യാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഈ നെയ്യും എണ്ണയും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 10-12 കാഷ്യൂനട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യൂനട്ട് കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, അതായത് നമ്മുടെ കിസ്മിസ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണികളിലൊക്കെ ചേർക്കുന്നത് പോലെ സവാള ഫ്രൈ ചെയ്ത് അതുകൂടെ ചേർക്കാം. ഇപ്പോഴത്തെ വിലയ്ക്ക് സവാളയൊക്കെ ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഈ കാഷ്യൂനട്ടും കിസ്മിസും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ആ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് ഒരു പട്ട ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഒരു ബേ ലീഫ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ സാജീരകം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാജീരകം ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ ജീരകമാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒന്ന് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വലിയൊരു സവാള ഞാൻ നീളത്തിലരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഒരു സവാളയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവാള ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഈ സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ ആ സവാള ഒരുവിധം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി തൈരും ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ തൈരും നാരങ്ങാനീരും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് വലിയ തക്കാളിയുടെ ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ചിക്കനിലേക്ക് മസാലകളൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വേറെ പൊടിയൊന്നും ഇപ്പം ഞാനിതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഈ ചിക്കൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ വേറെ ഉപ്പൊന്നും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇതിപ്പോൾ ഞാനെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഈ സമയം നമ്മളിതിലേക്ക് അതിൻ്റെ ആ വെയിറ്റ് വിസിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. വെറുതെ ഒന്ന് അടച്ച് ഒരു 6-7 മിനിറ്റ് ആ ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്ത് അതിൽ നിന്ന് ആ ഒരു വെള്ളം ഇറങ്ങുന്ന പരുവാകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ചിക്കൻ കുറച്ചൊക്കെ ഒന്ന് കുക്കായി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാൻ ആ അരി ഇതുപോലെ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ അരി കുക്കറിൻ്റെ താഴെയൊന്നും പോയി പറ്റാതെ ആ ചിക്കൻ്റെ മുകളിലായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ആ കാഷ്യൂനട്ടിൽ നിന്നും കിസ്മിസിൽ നിന്നും കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പ് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ വെള്ളത്തിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. നമ്മളിന്ന് ഇവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് ഒരു 3/4 കപ്പ് എന്ന കണക്കിൽ 2 കപ്പ് അരിയിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഒത്തിരി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴും ചോറങ്ങ് വല്ലാതെ കുഴഞ്ഞു പോകും. അതുകൊണ്ടിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. കറക്റ്റ് ആ അരി ഒന്ന് നികക്കെയാണ് വെള്ളമുള്ളത്. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് അടുപ്പിൽ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ അടുപ്പിൽ തീ ഓഫ് ചെയ്യണം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഇത് അടച്ച് തന്നെ വെച്ചതിന് ശേഷം വേണം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കർ ആ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പിൽ തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെയായിരുന്നു നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുകളിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് പുതിനയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദം ബിരിയാണിയിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്, എങ്കിലും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.